കോഴിക്കോട്ട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ അറസ്റ്റിലായ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, അങ്ങനെ രണ്ടാഴ്ചയിലോളം സമയം, അതിലേറെ സമയമാണ് ഇപ്പോൾ എന്നോട് അടുക്കുന്നു റിമാൻഡിൽ കഴിഞ്ഞത്. ഇപ്പോൾ ജാമ്യം തേടി വരുമ്പോൾ എന്തൊക്കെ ഉപാധികളോടുകൂടിയാണ് ആശ്വാസം നൽകുന്നത് കോടതി? പ്രതീഷ്, കോഴിക്കോട് ജയിലിൽ 22 ദിവസമായിട്ട് ഷിംജിത മുസ്തഫ ജയിലിൽ കഴിയുകയാണ്. 22 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് വക്കീൽ പറയുന്നത്. ഉപാധികളോടെ തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 9,000 രൂപയുടെ ബോണ്ടുണ്ട്. അതോടൊപ്പം കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജിലെ CA ആണ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ മാസത്തിൽ 2 തവണ ഹാജരാകണം എന്ന ഉപാധി കൂടെ കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും മാസത്തിലെ അവസാനത്തെ വാരത്തിൽ ഒരു ദിവസവുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ ദിവസം വാദം നടന്നപ്പോൾ പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നൊരു കാര്യം, ദീപകിന്റെ ആത്മഹത്യ ചെയ്ത ദീപകിന്റെ ലാപ്ടോപ്പ്, ഫോൺ ഉൾപ്പെടെയുള്ളവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫോറൻസിക് പരിശോധന ഫലം പുറത്തു വരുന്നതുവരെ പ്രതിക്ക് ജാമ്യം കൊടുക്കരുത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത്. എന്നാൽ 14 ദിവസവും കഴിഞ്ഞ് 21 ദിവസമായിട്ട് ഷിംജിത മുസ്തഫ ജയിലിൽ കഴിയുകയാണ്. അതുകൊണ്ട് അത്രയും ദിവസം ജയിലിൽ കഴിയേണ്ട വകുപ്പില്ല. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതിഭാഗം വക്കീൽ ഉന്നയിച്ചിരുന്നത്. അതിലാണ് ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി വാദം കേട്ടതിന് ശേഷം ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യമുള്ളത്. അതോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ലാപ്ടോപ്പിന്റെയും അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ അടക്കം ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വരികയും ചെയ്യും.